എന്തിനെ കുറിച്ച് പറയാനുള്ളത്? And yet you're tattered all over my brain. You're like perfection, feel the connection. I want this so bad, oh now. Good morning guys, ഞങ്ങളുടെ ബ്രഷ് പോലും ഇല്ലാണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ബ്രഷ് വാങ്ങിയത് നീ? ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമായി. നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ്. ഇന്നലെ രാത്രി ഞങ്ങൾ കിടക്കാൻ കുറച്ച് ലേറ്റായി, എന്നാലും ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ്. ഞങ്ങൾ നല്ല പ്രേതകഥയൊക്കെ പറഞ്ഞിരുന്ന് കുറേ ലേറ്റായിട്ടാണ് കിടന്നത്. അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6:30 ഒക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും തലവെക്കി തുടങ്ങി. ഞങ്ങൾ എന്നിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, ഞങ്ങൾ ബ്രഷ് കൊണ്ടുവന്നിട്ടില്ല. ബ്രഷ് എടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, പിൻചേട്ടനും ദേവികയും കൂടെ മറന്നുപോയത് കൊണ്ട് ഞങ്ങൾ 4 പേരും രാവിലെ ബ്രഷ് വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിൻചേട്ടൻ്റെ വണ്ടിയൊക്കെ എടുത്ത് ബ്രഷ് വാങ്ങിക്കാൻ പോകാൻ ഇറങ്ങി. അപ്പോൾ വിവേകേട്ടനും കൂടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ 5 പേരും കൂടെ ജസ്റ്റ് ഒന്ന് മോർണിംഗ് റൈഡ് ആവുമല്ലോ, ഞങ്ങളങ്ങനെ 5 പേരും കൂടെ ഇറങ്ങി. ഞങ്ങൾ ചായപ്പൊടി മേടിക്കാൻ പോവുകയാണ്. ചായപ്പൊടി ഇല്ല ഇവിടെ, എല്ലാം ഉണ്ട്, പക്ഷേ പുഷ്പക്ക് ചായപ്പൊടി ഇല്ല ഇവിടെ. അപ്പം നമുക്ക് ബ്രഷിൻ്റെ കൂടെ ചായപ്പൊടിയും കൂടെ വാങ്ങിക്കണം. ചായപ്പൊടി ഇല്ല എന്നവർ പറഞ്ഞു ഇവിടെ. അപ്പം ഞങ്ങൾ മോക്ക വാങ്ങിച്ച് തിരിച്ചു വന്നു, ചായപ്പൊടി വാങ്ങിയില്ല. ഇവിടെ കാപ്പിപ്പൊടി ഇരിപ്പുണ്ട്, നമുക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ബ്രഷും പിന്നെ ഞങ്ങൾക്ക് മോക്കയും വാങ്ങിച്ച് തിരിച്ചു വന്നു. മോക്ക ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും അതെ ദേവികൾക്കും അതെ ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഇന്നലത്തെ കറി കുറച്ച് ബാക്കിയിരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്നലെ നൈറ്റ് കഴിച്ച അപ്പവും പൊറോട്ടയൊക്കെ ബാക്കിയുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ബുൾസയൊക്കെ ഉണ്ടാക്കി. അതൊക്കെ എല്ലാം കൂടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ. അങ്ങനെ രാവിലെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു നടുവേദന ഉള്ളതുകൊണ്ട് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കുറച്ച് നേരം എഴുന്നേറ്റ് നിന്നൊക്കെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷപ്പ് ആകാമെന്ന് വിചാരിച്ചു, റെഡിയായി പോകാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യേണ്ടത് ഏർലിയാണ് ഇവിടെ എപ്പോഴും. ചെക്കിങ് ലേറ്റ് ആണെങ്കിലും ചെക്കൗട്ട് രാവിലെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു റെഡിയായിട്ട്. വീഡിയോ ഫോണിൽ ഫോട്ടോ മോഡ് മാറി വീഡിയോ മോഡായിപ്പോയി, അതുകൊണ്ട് ആദ്യം വീഡിയോ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ പയ്യെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും വണ്ടിയിൽ കയറ്റി ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമുക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ പിന്നെ എല്ലായിടത്തും വെച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും എല്ലാം വണ്ടിയിലൊക്കെ ഇല്ലേ എന്ന് നോക്കി, എന്നിട്ട് ലോക്ക് ചെയ്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീടൊക്കെ ലോക്ക് ചെയ്ത് എല്ലാവരും വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളപ്പോൾ പീക്ക് ഡിസ്ട്രിക്റ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് പീക്ക് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് വിന്നസ് പാസ് വഴി പോകാം. അവിടെ ജസ്റ്റ് അപ്പോൾ ഒന്ന് കാണുകയൊക്കെ ചെയ്യാമല്ലോ. മലയൊന്നും കയറാനുള്ള ആരോഗ്യമൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല, എനിക്ക് നടുവേദനയാണ്. അപ്പം അങ്ങനെ മലയൊന്നും കയറാമെന്ന് വിചാരിച്ചല്ല ഞങ്ങൾ പോയിട്ട്, ജസ്റ്റ് രാവിലെ തന്നെ ചെക്കൗട്ട് ആയല്ലോ. അപ്പം ഞങ്ങൾക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് പയ്യെ വീട്ടിൽ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വിന്നസ് പാസിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇടയ്ക്കൊന്ന് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു. ഈ മലയുടെ മുകളിലൊക്കെ കയറി ഇവർ എന്താ അവിടെ ഉള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറി ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് ഞങ്ങൾ. അപ്പോൾ എനിക്കതിൻ്റെ പൊക്കത്തോട്ടൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടെ താഴെ തന്നെ നിന്നു. പിന്നെയും നമ്മൾ വിന്നസ് പാസിലോട്ടുള്ള യാത്ര തുടർന്നു. ഞങ്ങളുടെ സ്റ്റേ ഒക്കെ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും ഒരു ദിവസവും കൂടെ അവിടെ നിൽക്കണമായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞങ്ങൾക്ക് പിറ്റേ ദിവസം എല്ലാവർക്കും ഷിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്നും കൂടെ അവിടെ നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഒരു ദിവസം പോരാ എന്നവിടെ തോന്നി.
അങ്ങനെ ഞങ്ങൾ ഏകദേശം വിന്നസ് പാസിൻ്റെയൊക്കെ അടുത്ത് എത്താറായി. ഇനി കുറച്ചുകൂടെ പോയാൽ മതി. ഞങ്ങൾ 4 പേരും കൂടെ ഒരു തവണ വിൻ്ററിൻ്റെ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തണുപ്പായിരുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും കൂടെ ഞങ്ങളെ കൊണ്ട് പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിന്നസ് പാസിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റുകൊണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്നൊരു അറൗണ്ട് 1 hour ഒക്കെ ഉണ്ട് മാഞ്ചസ്റ്ററിലോട്ടൊക്കെ എത്താൻ. അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും ഞങ്ങൾക്ക് വിശന്നിട്ട് പോയി. അപ്പം നമ്മുടെ കയ്യിൽ ബ്രെഡും ജാമും ഉണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇരുന്നൊന്ന് കഴിച്ചിട്ട് വിശപ്പൊന്ന് ചെറുതായിട്ട് കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും ചെയ്തിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടിട്ട് മാഞ്ചസ്റ്ററിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ബ്രെഡും ജാമൊക്കെ കഴിച്ചിട്ട് ഇവർക്കെല്ലാവർക്കും ഈ മലയുടെ പൊക്കത്ത് കയറണമെന്ന് പറഞ്ഞു. അതിൻ്റെ പൊക്കത്തോട്ട് കയറാൻ വേണ്ടി പോയി. ദേഹിക പകുതി കയറിയിട്ട് തിരിച്ചിറങ്ങി പോന്നു. എനിക്ക് പേടിയാവണമെന്ന് പറഞ്ഞോട്ട് എന്നെക്കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബാക്കി അഖിൽ ചേട്ടനും ഷാരോൺ ചേച്ചിയും വിനീത് ചേട്ടനും വിവേകേട്ടനും അർജുനും കൂടെ ആ മലയുടെ പൊക്കത്ത് കയറാൻ പോയി. എനിക്ക് നടുവേദനയുണ്ട്, ഞാൻ പോയില്ല. ഐശ്വര്യം പോയില്ല. അവർ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരതിൻ്റെ പൊക്കത്തോട്ട് നടന്നുപോയി. ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ട് ഇതിന് മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ഇതേപോലെ കുഞ്ഞു മലയൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഞാനും അർജുനും സെപ്റ്റംബറിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാത്രം സ്റ്റേ എടുത്തിട്ടൊരു സ്ഥലത്ത് പോയായിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അപ്പോൾ അവിടെയും ഞങ്ങൾ ഇതുപോലെ ഒരു മലയുടെ പൊക്കത്തൊക്കെ കയറിയായിരുന്നു. അന്ന് ഇവരാരും ഉണ്ടായില്ല, ഇവരൊക്കെ നാട്ടിൽ പോയിച്ചു. അത് കഴിഞ്ഞ് അവരിറങ്ങിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെയും വണ്ടി എടുത്തു. തിരിച്ച് മാഞ്ചസ്റ്ററിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഐസ്ക്രീം കണ്ടത്. ഞങ്ങളങ്ങനെ അവിടെ വണ്ടി നിർത്തി. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടം സോഫ്റ്റ് സ്കൂപ്പിൻ്റെ ഐസ്ക്രീം ആട്ടോ. അപ്പോൾ ഇവർ ചോക്കോബാർ വാങ്ങിച്ചപ്പോൾ ഞാൻ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു, എനിക്കിഷ്ടമില്ല. അപ്പോഴാണ് അവിടെ ഇവർ ഐസ്ക്രീം വാങ്ങിച്ച സ്ഥലത്ത് അതില്ലായിരുന്നു, എന്തോ തീർന്നിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഓപ്പോസിറ്റിലുള്ള റോട്ടിൽ ഇത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഐസ്ക്രീം, അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞാനിവരോട് ആദ്യമേ പറഞ്ഞതാ വേഗം ഐസ്ക്രീം തീർന്നു പോകുന്നു, വന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ കെട്ടിയ അവൻ്റെ ഐസ്ക്രീം തീരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വന്നേച്ച്. എന്നിട്ടിപ്പോൾ എന്തായി, എനിക്ക് ഐസ്ക്രീം കിട്ടിയില്ല. അവിടെയും കിട്ടിയില്ല, ഇവിടെയും കിട്ടിയില്ല. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് അല്ലേ? ഷേക്ക്, മാംഗോ ഷേക്ക്. ഐസ്ക്രീമാണ് വേണ്ടത്. ഞാൻ നിന്നെ ഭാര്യയാക്കി വിളിച്ചല്ലേ, അവന്റെ ഒലക്കല ഐസ്ക്രീം തിരട്ടേണ്. അപ്പം അവർ നമ്മളോട് ഒരു 10 minutes വെയിറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളൊരു 5 minutes കഴിഞ്ഞപ്പോൾ പിന്നെയും തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു സെറ്റായി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു. എനിക്കല്ല കേട്ടോ ഈ 3 ഐസ്ക്രീം, ഒരു വെറുതെ പറയാം 2 വാങ്ങിച്ചു എന്നൊക്കെ. എനിക്ക് ഒരു ഐസ്ക്രീം ഉള്ളൂ, ഒരെണ്ണം ഷാരോൺ ചേച്ചിക്ക്, ഒരെണ്ണം ദേവിക്കുക. എനിക്ക് ശരിക്കും ഈ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാട്ടോ. പണ്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഞാൻ താഴെ ഐസ്ക്രീം വണ്ടി പോലെ വരും, നമ്മുടെ നാട്ടിലൊക്കെ വരണ പോലെ. ഞാനപ്പോൾ ഓടിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങൾ മാഞ്ചസ്റ്ററിലോട്ടാട്ടോ പോകുന്നത്. ഇവിടെ ഒരു കുട്ടനാട് ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു.
ഇത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന അപ്പോൾ എൻ്റെ ഇവിടുത്തെ സ്ഥിരം സാധനം ചട്ടിച്ചോറാണ്. എനിക്ക് ഇവിടുത്തെ ചട്ടിച്ചോറ് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ ഇവർക്ക് ഇവിടുത്തെ ബീഫ് ബിരിയാണിയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ മാംഗോ ഷേക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അതും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഡേ ഒക്കെ കഴിഞ്ഞ് അവസാനം ലിവർപൂളിലെത്തി. അഖിൽ ചേട്ടൻ്റെയൊക്കെ അവിടെയാണ് ആദ്യം വന്നത്. അപ്പോൾ അവിടെ നിന്ന് അവരെ ആക്കിയിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വീട്ടിലും പോകാം, ഇവർക്ക് ഇവരുടെ അങ്ങോട്ടും 4 പേർക്ക് ഒരുമിച്ച് അങ്ങ് പോകാമല്ലോ. ഞങ്ങൾ പോണേ, ബൈ. ഞങ്ങളും പോണേ. ഹാപ്പി വിഷു. ബൈ ഗൈസ്. അപ്പം ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.